നമസ്കാരം. ഇത് കഴിഞ്ഞ ദിവസം അമ്മ താരസംഘടന ഓഫീസിലിരിക്കുമ്പോൾ കുറച്ച് പെർഫ്യൂമുമായിട്ട് രണ്ടുപേര് കയറി വരുവാണ്. അതിൽ ഒരെണ്ണം എനിക്കും കിട്ടുന്നു, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു. അന്ന് പരിചയപ്പെട്ട ഒരു മോഹമുണ്ട്, തൻവീർ. അദ്ദേഹത്തിൻ്റെ പെർഫ്യൂമിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നമുക്കൊന്ന് അറിയണ്ട്. അത് എന്തായാലും മേടിക്കണം. ബെഡ്സിൻ്റെ വരെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാണ് പെർഫ്യൂം. അത് കൊടുക്കണമല്ലോ നിങ്ങൾ. അപ്പം ആ ഒരു ഇവരൊരു യാത്ര കുറച്ച് നാളായിട്ട് തുടങ്ങിയെങ്കിൽ ഒരു യാത്ര നമുക്ക് സ്പ്രേ ഇഷ്ടപ്പെടാത്തൊരാരും ഉണ്ടാവില്ല. അപ്പോൾ അവർ സ്വന്തമായിട്ട് മേക്ക് ചെയ്തൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ അവരുടെ ബ്രാൻഡുകളാണല്ലോ. ഇതൊക്കെ നോക്കണം, ഇതൊക്കെ അവരുടെ ബ്രാൻഡുകളാണ്, അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഈ തൻവീർ മേടിച്ചാ വാങ്ങിച്ചു. ഇതിൻ്റെ സ്മെല്ല് ഞാൻ നോക്കി. ഞാൻ ഇതുവരെ ഇത്രയും കറക്റ്റായിട്ട് ഇത്രയും ഒറിജിനലായിട്ട് ആ ഒരു ഫീലിംഗ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു കറക്റ്റ് ഫീലിങ്സ് എനിക്ക് കിട്ടുന്നത് ഭയങ്കര എക്സാക്റ്റ് ആയിരുന്നു. എനിക്കത് പെട്ടെന്ന് ഞാൻ ഒരു സ്മെല്ല് പറഞ്ഞപ്പോൾ ആ ഒരു കറക്റ്റ് ആ സ്മെല്ല് എനിക്ക് അത് തരാൻ കഴിഞ്ഞു. ഇനി വെഡ്സിൻ്റെയിൽ ഇത് വെക്കാമല്ലോ നിങ്ങൾക്ക്? ഉറപ്പായിട്ടും. ഞാൻ ഒരു ബിസിനസ് പിടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കരുനാഗപ്പള്ളി വെഡ്സിൻ്റെയിൽ ഇനി ഇവർ വിൽക്കാൻ തുടങ്ങാൻ പോവാണ് അല്ലേ? ഓക്കെ, ഉറപ്പായിട്ടും. വെഡ്സിൻ്റെ ബ്രാൻഡിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. ഓക്കെ, ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ആ ഒരു മണം സ്മെല്ല് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ച അതേ രീതിയിൽ നമുക്ക് അവർക്ക് തരാൻ കഴിയും. അപ്പം വെഡ്സിൻ്റെയിൽ ഇനി അവിടെയും കിട്ടും. അവർ ആ ബ്രാൻഡ് അവർ പറയുന്നത് എനിക്ക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സന്തോഷം. ഞാൻ ഇവരുമായിട്ട് ഒന്ന് കുറച്ചു നേരം ഒന്ന് നമ്മുടെ തൻവീർ നമ്മളെ ഫൗണ്ടർ ഇതെല്ലാം ഉണ്ടാക്കുന്ന ആള് ആയിസ്. ഇവരുടെ ഫാമിലി ബിസിനസ്സാണ് ആയിസിൻ്റെ. 50 years ആയി. ശരിക്കും 75-ലാണ് മാമൻ പോണത്. അതിനുശേഷം ആയിസ് അവിടെ പോയിട്ട് ഇപ്പോൾ 18 years ആയി. പിന്നെ നമ്മൾ മെയിൻലി ചെയ്തുകൊണ്ടിരിക്കുന്നത് UAE, അതുകൂടാതെ നമ്മളെ ബെൽജിയം, കോസ്റ്റാറിക്ക, അങ്ങോട്ടെല്ലാം അവർക്ക് വേണ്ടി ബ്രാൻഡിങ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ടായി. ലാസ്റ്റ് ഒരു 12 വർഷമായിട്ടാണ് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ നമ്മളെ ടിനിച്ചേട്ടൻ്റെ സപ്പോർട്ടും ഇതെല്ലാം കൊണ്ട് നമ്മളിപ്പോൾ അമ്മ വരെ എത്തി. അതുകൊണ്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഹൈദരാലിക്കാനെ മീറ്റ് ചെയ്തതിലും നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ നമ്മളെ പെർഫ്യൂമിൽ നമ്മൾ ആളുകൾക്ക് പറയുന്ന ഗ്യാരണ്ടി എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രശ്നമാണ് ലാസ്റ്റിങ്. ഇവർ എങ്ങനെയാണ് യൂസ് ചെയ്യണത്? ചില ആളുകൾ ക്ലോസ് റേഞ്ചിലാണ് പെർഫ്യൂം യൂസ് ചെയ്യണത്, അടുപ്പിച്ചടിക്കും. നമ്മൾ പെർഫ്യൂം അടിക്കാൻ ആരും ശരിക്കും സമയം കണ്ടെത്തണില്ല. 1 മിനിറ്റ് പെർഫ്യൂം നമ്മൾ ഇപ്പോൾ ആ ഒരു അടിച്ചിങ്ങനെ പോക്കാണ്. നമ്മൾ 1 മിനിറ്റ് പെർഫ്യൂമിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 12 hours നല്ല പെർഫ്യൂം, നല്ല ED പെർഫ്യൂം ആണെങ്കിൽ അത് എന്തായാലും കിട്ടും. നമ്മളുടെ കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 12 hours മണി ബാക്ക് ഗ്യാരണ്ടി. പിന്നെ അവർ നമ്മളിൽ നിന്ന് പെർഫ്യൂം മേടിച്ച് അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് തിരിച്ചെന്നാൽ അത് വേറൊരു ഫ്ലേവർ കൊടുക്കും. അത് ഇഷ്ടമായില്ല വേറെ ഫ്രാഗ്രൻസ് കൊടുക്കും. അത് ഇഷ്ടമായില്ലെങ്കിൽ വീണ്ടും കൊടുക്കും. അവർക്ക് തൃപ്തി പറഞ്ഞത് വരെ നമ്മൾ കൊടുക്കും. ഇനി മണം നിന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് മണി ബാക്കും നമ്മൾ കൊടുക്കും. വലിയ ഗ്യാരണ്ടി ആണ് കേട്ടോ, വലിയ ഗ്യാരണ്ടി. അത് അതിന്റെ ട്രസ്റ്റ് എനിക്ക് എൻ്റെ പാർട്ട്ണറിന്റെ ട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ മുഖത്ത് ശ്രദ്ധിക്കണ്ട്. ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ മുഖത്തൊരു പ്രസാദം, ഒരു ചിരി ഉണ്ടല്ലോ. അതെന്താന്ന് വെച്ചാല് നമ്മളിവിടെ വന്നിട്ട് 4 വർഷമായിട്ടാണ്. ഇന്ത്യയിൽ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുള്ളൂ. ഇപ്പം ഈ 4 വർഷത്തിൽ നമുക്ക് ഓൾറെഡി 8 സ്റ്റോറും നമുക്കായി. നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമ്മൾ സെർവ് ചെയ്യണത് ക്വാളിറ്റിയാണ്. അതിൽ നമ്മൾ ഇന്ന് വരെയും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നാളെ ഇതിനും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ട്രൈ ചെയ്തത്. അങ്ങനെ ചെയ്യണം. അതാണ് നമ്മളൊരു പാഷനായിട്ടാണ് പോകുന്നത്. അത് അത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഇതിൽ ഇൻവോൾവ് ആവുന്നത്. നമ്മുടെ കൊച്ചിയിലെ ബ്രാൻഡുകൾ പറഞ്ഞു, എവിടെയൊക്കെ ഉള്ളതെന്ന് പറയാം. നമുക്ക് ക്രൗൺ പ്ലാസയിലുണ്ട്, അതുകൂടാണ്ട് പനമ്പള്ളി നഗർ ഉണ്ട്, അതുകൂടാണ്ട് നമുക്ക് കറുകപ്പള്ളി ഉണ്ട്, തോപ്പുംപടിയിലുണ്ട്, പിന്നെ തൃശ്ശൂർ ശോഭ സിറ്റി മാളിൽ ഒന്നുണ്ട്, നമ്മളെ കൊച്ചി ന്യൂക്ലിയസ് മാളിൽ ഒന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇവിടെ കോട്ടയം റീസെന്റ് ലുലു മാളിന് അടുത്തൊന്ന് ഓപ്പൺ ചെയ്ത്, അതുകൂടാതെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച മംഗലാപുരത്ത് നമ്മളെ കർണാടക ഫസ്റ്റ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത്, നെക്സ്റ്റ് 10th നമ്മൾ ചെന്നൈ VR മാളിൽ ഓപ്പൺ ആവുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ബാക്കി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുക. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം ട്രസ്റ്റ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മളെ ലീവ് ആയി. നമ്മുടെ ബ്രാൻഡിന്റെ പേര് വേൾഡ് ഗോൾഡൻ പെർഫ്യൂംസ്. അങ്ങനെ ഒരു പേര് കിട്ടാൻ ഞങ്ങൾക്ക് ആദ്യത്തെ പേര് അൽവാഹ പെർഫ്യൂം എന്നാണ്. പിന്നെ അത് നമ്മൾ ഒന്നും കൂടിയും ഇതിൽ വന്നപ്പം ഒരു വേൾഡ് ഗോൾഡൻ പെർഫ്യൂം ആയി. ഇനിയിപ്പം നമ്മൾ കഴിഞ്ഞ മാസം പുതിയൊരു പ്രൊഡക്റ്റും ബ്രാൻഡ് നെയിമും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മച്ച് മോർ. ഇതാണ് ആദ്യത്തെ ബ്രാൻഡ് അൽവാഹ പെർഫ്യൂം. സെക്കൻഡ് ബ്രാൻഡ് ഇതിപ്പം പുതിയത് മച്ച് മോർ. അത് പുതിയതാണ്. ഒരു മാസം മുമ്പ് അതിൻ്റെ പ്രൊഡക്റ്റ്
ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് ഇത്. അതിന്റെ പേര് തന്നെ ദി ബിഗിനിങ്. അത് നമ്മളൊരു സബ് ബ്രാൻഡാണ്. സ്റ്റാർട്ട് ഇതിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, ദി ബിഗിനിങ്. അതിൽ തന്നെ നമ്മൾ ഓൾ ഓവർ സ്പ്രേ ഇറക്കുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഡിയോഡ്രന്റ് നമുക്ക് ഷർട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷർട്ടിൽ യൂസ് ചെയ്യാം, നമ്മളെ സ്കിന്നിൽ യൂസ് ചെയ്യാം, നമ്മളെ ഹെയറിൽ യൂസ് ചെയ്യാം. എൻ്റെ ഹെയറിൽ നമ്മൾ തന്നെയാണ് ഇതിന്റെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഇനി സ്കിന്നിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് 360 ഡിഗ്രി നമുക്ക് ഏത് പോയിന്റിലും ഇത് വർക്ക് ചെയ്യും. അത് നമ്മൾ അതിന്റെ ക്വാളിറ്റി കളയണ്ട, നമുക്കൊക്കെ തന്നാ മതി. അതെന്തായാലും തരും. ഹൈദരാലിക്കാരുടെ അടുത്ത് ആര് ചോദിച്ചാലും പറയണം വേൾഡ് ഗോൾഡിന്റെ. തീർച്ചയായിട്ടും ലാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ, നമ്മളോട് തൃപ്തി ഉണ്ടെങ്കിൽ, ജെന്യൂൻ ആണെങ്കിൽ മാത്രം അടുത്ത ആളെടുത്ത്. കറുകപ്പള്ളിയിലെ മേക്കിംഗ് ആണ്, അവിടെ പോകണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ പോയിട്ട് നേരിട്ട് ഇവരെ കാണാവുന്നതാണ്. അതും കൂടെ ഗ്യാരണ്ടി ഞാൻ തരും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനാണ് ഇവിടെ കൺട്രോൾ ചെയ്യണ. എന്റെ നമ്പർ ഇതിൽ പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് തൃപ്തി ഇല്ലെങ്കിലും ഡയറക്റ്റ് എന്നെ വിളിക്കാം. വേണ്ട നടപടി നമ്മളെടുത്ത് ക്ലിയർ ആക്കി നല്ല ക്വാളിറ്റി ആക്കി തന്നെ തരും. ഇതാണ് കാരണം. അപ്പൊ ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. കൂടെ ഉണ്ടാകും. അപ്പം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണല്ലോ. നമ്മൾ പെർഫ്യൂം ഇഷ്ടപ്പെടാത്തവരാരും ലോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഗ്യാരണ്ടിയോടുകൂടി തരാൻ ഇവർക്ക് കഴിയുന്നു. അത് തന്നെയാണ് ഇവരുടെ വളർച്ചയും. ആ വളർച്ച ഇനി നിരവധി ബ്രാഞ്ചായിട്ട് ഉയരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupura.